ഇതുപോലെ ഒന്നും പ്രസംഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിചയമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു പരസ്യം കണ്ട് അപ്പം വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല ശരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ പ്രതീക്ഷയിലും എത്രയോ കൂടുതലാണ് എനിക്ക് കിട്ടിയത്. ഞാനും ഇതുപോലെ മുമ്പേ ആരോ പറഞ്ഞ പോലെ മനസ്സിൻ്റെ കാര്യങ്ങളെ പറ്റി ഒന്നും അറിയില്ല. അപ്പം മൈൻഡ് പവർ എന്നുള്ളൊരു ആ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ തോന്നി എന്തോ ഒരു വെറൈറ്റി ആണെന്ന് തോന്നി. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ശരിക്കും മോന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ മോൻ വരാൻ തയ്യാറായില്ല. മോൻ ഭയങ്കര മടിയാണ്. വീട്ടൊക്കെ കഴിഞ്ഞു, പക്ഷേ ജോലിക്ക് പോകാൻ ഭയങ്കര മടി. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വരാൻ വിചാരിച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഏതായാലും ഞാനൊന്ന് കേട്ട് നോക്കാം. മോൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് മോനെ പറഞ്ഞയക്കാൻ വിചാരിച്ചതാണ്. അപ്പം എന്തായാലും മോനെ ഞാൻ പറഞ്ഞയക്കും. എത്ര സമയം മറ്റുള്ളതിനെ മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ കുറച്ച് സമയം ഇതിനു വേണ്ടിയും മാറ്റി വെക്കണം, ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി. പിന്നെ സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്താ വെച്ചാൽ ഈ ഭയങ്കര വല്ലാണ്ട് എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ശബ്ദത്തോടു കൂടി പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നും. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കുറച്ചുകൂടി കാമായിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. പിന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇനി എന്തായാലും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. സാർ 21 ദിവസത്തെ ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. താങ്ക് യു സർ.